കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? ഇന്ന് വ്യാഴാഴ്ചയാണ്, ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്, ധാരാളം ഭക്തരുള്ള ദിവസമാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യാം. അപ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ ആ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അത് കണ്ട് അങ്ങനെ നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ ഒന്ന് ഗണേശനെ കണ്ട് തൊഴാം. ഗണേശനെ കണ്ട് തൊഴുത് വരുമ്പോൾ ആ ചുവരിൻ്റെ ആ ചുവട്ടിൽ കാണാം അനന്തശയനം. അതൊന്ന് തൊഴുത് അങ്ങനെ വന്ന് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുകയാണ്. വാതിലിൻ്റെ പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കൊക്കെ കാണാം. വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ഇന്ന് കാണുന്നത് എന്താ വെച്ചാൽ ആദ്യം തന്നെ ഒരു പാമ്പിനെ കാണാണ്ട്, ആ പാമ്പിൻ്റെ ഫണം കാണാണ്ട്, അതിൻ്റെ മുകളിലേക്ക് നോക്കിയാലോ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽ തളകൾ അണിഞ്ഞിട്ടുണ്ട്, ഇടത്തെ കാലിങ്ങനെ അമർത്തി ചവിട്ടിയിട്ടുണ്ട്, നൃത്തം ചെയ്യുക. കാളിയമർദ്ദനാണ് കേട്ടോ. അപ്പോൾ ആ കാളിയം പാമ്പിൻ്റെ തലയിൽ ഇങ്ങനെ കയറി നിന്ന് ഉണ്ണി നൃത്തം ചെയ്യുക. എന്തൊരു സന്തോഷത്തിലാണ് നൃത്തം ചെയ്യണത്. പാമ്പിൻ്റെ തലയിലാണെന്നൊന്നുള്ള ചിന്തയൊന്നുമില്ല, ആൾ നന്നായിട്ട് നൃത്തം ചെയ്യുക. അപ്പോൾ അതങ്ങനെ കാണണം. നോക്കുമ്പോൾ ആ പട്ടൊക്കെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, അരയിൽ അരമണി കാണാണ്ട്, കിങ്ങിണിയൊക്കെ ഇങ്ങനെ താഴത്തേക്ക് കിടക്കുന്നുണ്ട്. അതേപോലെ മാറത്തെ ഒരു മാങ്ങാമാല ഉണ്ട്. അതേപോലെ ഗോപി തിലകം വെച്ചിട്ട് 2-3 ഗോപി തിലകങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഉണ്ട് മാല പോലെ. പിന്നെ ഒരു വളയം പോലത്തെ മാല ഉണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. കയ്യിലെങ്ങനെ വെച്ചാൽ ഇടത്തെ കൈ കൊണ്ട് ആ കാളിയമ്പാമ്പിൻ്റെ വാല് ചുരുട്ടി പിടിച്ചിട്ടുണ്ട്, എവിടേക്കും വിട്ടു പോകണ്ട വെച്ചിട്ടേ. അതേപോലെ വലത്തെ കയ്യിൽ പൊന്നോടക്കുഴൽ പിടിച്ചിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ നൃത്തം ചെയ്ത് കഴിഞ്ഞിട്ട് വായിക്കാം. ആദ്യം ഈ കാളിയൻ്റെ ദർപ്പം ഒന്ന് അടക്കട്ടെ എന്നുള്ള ആ ഉദ്ദേശത്തിലാണ്. അപ്പോൾ വളരെ രസമായിട്ട്, നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പിന്നെ മുകളിൽ നോക്കുമ്പോൾ ശിരസിൽ തിരുനെറ്റിയിലൊരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അതുപോലെ ശിരസിൽ പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. 2 തിരുമുടിമാല ഉണ്ട്, വെളുത്ത പൂവിൻ്റെയും അതേപോലെ തെച്ചിയും തുളസിയും കൂടി. പിന്നെ 2 ഉണ്ടമാലയുണ്ട്, ഒന്ന് താമരയും വെളുത്ത പൂവും, പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവും. അങ്ങനെ 2 തിരുമുടിമാലയും 2 ഉണ്ടമാലയും ചാർത്തിയിട്ട് അങ്ങനെ ആ കാളിയമ്പാമ്പിൻ്റെ ദർപ്പം അടക്കാവുന്ന ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി കാണുന്ന കാഴ്ചയാണ്. എല്ലാവരുടെയും മനസ്സ് ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ വന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാഴ്ചയും നമുക്ക് ലഭിക്കും. നമ്മൾ ഉദ്ദേശിച്ച ആ കാര്യങ്ങളും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് നടന്നു കിട്ടും. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അവിടെ എത്തി തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചോളൂ. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അത് കഴിഞ്ഞ് നമ്മൾ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ല് കാണാം, ചെറുത്. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തുള്ള ഭഗവാന്റെ തിടപ്പള്ളി, നേദ്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന, ഗണപതി ഹോമം നടത്തുന്ന ആ തിടപ്പള്ളിയും കണ്ട് തൊഴുത് നേരെ ചുവരിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാൽ ചെറിയ ആലിലക്കണ്ണനെ കാണാം. അത് കഴിഞ്ഞ് ഗ്രില്ല് കഴിഞ്ഞാൽ സപ്തമാതാക്കളെ അവിടെ വന്നിട്ടൊന്ന് തൊഴാം. പിന്നീട് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഗണേശൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെയും നന്നായിട്ടുള്ള ആ ഒരു അലങ്കാരമൊക്കെ ആയിട്ടുണ്ട്. കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, ധാരാളം പൂക്കളൊക്കെ ഉണ്ട്, പട്ടൊക്കെ ഞൊറിഞ്ഞു കൊടുത്തിട്ട് നന്നായിട്ട് രസമായിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കാം നമുക്ക്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതിയിലേക്ക് നോക്കുക, സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അവിടുന്ന് ഇങ്ങനെ പോരുമ്പോൾ ആ മായാദേവീനെയൊക്കെ കാണാം. അതേപോലെ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് അവോദിക്കൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ വന്ന് അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം.
അവിടെ നിന്ന് താമരമാലകളൊക്കെ ഉണ്ട് കേട്ടോ നിറച്ച്. അങ്ങനെ അവിടെ തുളസി, അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അതേപോലെ ആ ഭീഷ്മരെ കാണാം. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ കണ്ട് ഒക്കെ തൊഴുത് അങ്ങനെ വന്ന് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്തുനിന്നും ധാരാളം പൂക്കളുണ്ട്, മാലകളുണ്ട്. ഒരു ലിഖിതമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്, ധാരാളം കുങ്കുമമുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദൻ രൂപവും വെണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. കൽപ്പക വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മൾ വീണ്ടും കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. അതേപോലെ തൊട്ട് താഴേക്ക് നോക്കിയാൽ മണിക്കിണർ കണ്ട് തൊഴാം. പിന്നീട് ആ ഗ്രില്ല് കടന്നിട്ട് അങ്ങോട്ട് കടന്ന മണിക്കിണറും അതിൻ്റെ അപ്പുറത്തുള്ള നൃത്താറിയും അതേപോലെ കിടാവിളക്കൊക്കെ കാണാം. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് എത്തുമ്പോൾ കുറൂരമ്മയും നാരദരി മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തും വാങ്ങാം. അത് കഴിഞ്ഞ് ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഗോളകി തന്നെയാണ്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. ചുവന്ന പട്ട് തന്നെയാണ് ഉടുപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ കാണാം. നമ്മുടെ ആ ശ്രീകോവിലിൻ്റെ ഇരിക്കുന്ന ആ പ്ലാവിൻ്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ പ്ലാവിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പുറത്തുനിന്ന് നോക്കിയാൽ കാണാം ചക്കകൾ. ഇടിച്ചക്കകളായിരുന്നു, ഇപ്പോൾ വലിയ ചക്കകളായി. ചക്കയൊക്കെ മൂക്കാരായിരുന്നു. മൂത്തണ്ണും അണ്ണാരക്കണ്ണനും പ്രാവുകളൊക്കെ വന്ന് ഇങ്ങനെ ശ്രമിച്ച് നോക്കുന്നുണ്ട് കിട്ടുമോയെന്നേ. അത് പുറത്തുനിന്ന് നോക്കിയാൽ കാണാം കേട്ടോ നമുക്ക്. കാരണം എന്താ വെച്ചാൽ മേൽക്കൂരില്ലാത്തതാവുകൊണ്ടേ സുഖമായിട്ട് കാണാം. അപ്പോൾ അതൊരു പ്രത്യേക കാഴ്ച തന്നെ. നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു നല്ല ഇടിയൻ ചക്കയായിരുന്ന സമയത്ത്. ഇപ്പം അതിങ്ങനെ വലുതായി. അങ്ങനെ അപ്പോൾ അവിടെ അമ്മയെ കണ്ട് തൊഴുത് അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് മമ്മിയൂർ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ ദർശനം നടത്തുന്നതായിട്ട് വിചാരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം മനസ്സിൽ അങ്ങനെ ജപിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം കൂടിയും കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് വന്ന് നേരെ ആ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരാം. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമാം. അത് കഴിഞ്ഞ് തൊഴുത് വരുമ്പോൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദർശനം ചെയ്യാൻ വേണ്ടി നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ ആ നടുക്കിലേക്ക് നോക്കിയാൽ അവിടെയും കാളിയമർദ്ദന രൂപിയെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നാരായണാലയത്തിലേക്ക് വന്ന ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുതാം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴുത് തെക്കേ നടയിലേക്ക് വന്ന് തെക്കേ നടയിലുള്ള കൂവളത്തെ പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ ഇന്നും തൊഴുതു. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.